ആൽക്കഹോളിക് വെതർ ആണ് ഈ ബോർഡിന്റെ ബാക്കിലുള്ളത്. ബാലാജി തിയേറ്റർ എന്നാണ്. തിയേറ്ററിലെത്തി. സിനിമ വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ അപ്പുറത്താണ് ആ ഹോട്ടൽ, വെജിറ്റേറിയൻ. അങ്ങോട്ട് പോവാം. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആഫ്റ്റർ എ ലോങ് ബ്രേക്ക്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോണ്ടിച്ചേരിയിലാണുള്ളത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലാണുള്ളത്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരെ പോണ്ടിച്ചേരി ടൗണിലുള്ളൊരു തിയേറ്ററിൽ പോയിട്ട് നമ്മുടെ ദുൽഖറിൻ്റെ പുതിയ സിനിമ കാന്ത കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെന്തായാലും ഇന്നലെ ഈ വീഡിയോ മിക്കവാറും ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വരും. അതായത് ഞായറാഴ്ച അല്ലെങ്കിൽ സാറ്റർഡേ വരും. അപ്പോൾ ഇന്നലെ ആണ് ആ പടം റിലീസായത്, 14th നവംബർ ഫ്രൈഡേ. അപ്പോൾ ഇന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇന്നലെ ക്ലാസ് ഉണ്ടായതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നേരെ ബസ് കയറി ടൗണിൽ തന്നെയാണ് തിയേറ്റർ ഉള്ളത്. അപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ട് കാണാം. ഞാൻ പിന്നെ പണ്ടും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഏകദേശം അതേ വഴികളൊക്കെ തന്നെയാണ്. ഈ ഹൈവേ പോലെ ഇങ്ങനെ നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുന്ന വഴികളാണ്. ഇതൊക്കെ നടന്നിട്ട് വേണം നമ്മൾ ഗേറ്റ് എത്താൻ. ഏകദേശം ഒരു 5 കിലോമീറ്റർ, സിമ്പിൾ. ഹായ്, അപ്പോൾ സ്റ്റോപ്പിലെത്തി. ഇവിടെ നിന്ന് കുറച്ച് നടക്കണം, ഒരു 100 മീറ്റർ നടക്കാനായിട്ട്. അങ്ങോട്ട് പോട്ടെ. തിയേറ്ററിലെത്തി. സ്ക്രീൻ കുറച്ച് മുകളിലാണ്, കുഴപ്പമില്ല. എന്തോ ഒരു കർവ്ഡ് സ്ക്രീൻ പോലെയൊക്കെ തോന്നുന്നുണ്ട്. വലിയൊരു തിയേറ്റർ. അങ്ങനെ ലൈറ്റ് ഓഫ്. അപ്പോൾ സിനിമ കഴിഞ്ഞു, ഇനി നേരെ യൂണിവേഴ്സിറ്റി പോകാന്നുള്ളതാണ്. സിനിമ വലിയ കുഴപ്പമൊന്നുമില്ല. സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി സ്റ്റോറി ഷിഫ്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ നല്ല രസമുണ്ട്. പിന്നെ പീരിയോഡിക് പ്രോപ്പർട്ടീസും എല്ലാം സൂപ്പറായിട്ടുണ്ട്, കുഴപ്പമില്ല. ദുൽഖറിന്റെ ആക്ടിങ് ആയാലും സൂപ്പർ. അപ്പം ഇനി നേരെ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് യൂണിവേഴ്സിറ്റി പോകും. ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ വന്നിട്ട് ഫുഡ് കഴിച്ച സ്ഥലം ഇതായിരുന്നു, തലപ്പാക്കട്ടി. അന്ന് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലത്തൊക്കെ അന്നൊരു 6 മണി ഏകദേശം ഈ നേരത്തെ തന്നെയാണ് വന്നത്. ഇപ്പൊ ഏകദേശം 6 മണിയായി. അന്ന് ഇവിടെയൊക്കെ വന്ന് ഈ നേരത്തെ, അന്ന് പക്ഷെ നല്ല വെളിച്ചമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നവംബറൊക്കെ ആയില്ലേ, അപ്പോൾ തന്നെ വെളിച്ചമില്ല. ഇവിടെ നിന്നായിരുന്നു വന്ന് തലപ്പാക്കട്ടി ബിരിയാണി കഴിച്ചത്. ഇത് വേറൊരു തിയേറ്ററാണ് ഈ ബോർഡിന്റെ ബാക്കിലുള്ളത്, ബാലാജി തിയേറ്റർ എന്നാണ്. ഈ സ്റ്റോപ്പിന്റെ പേരെന്നെ അതാണ്, ബാലാജി തിയേറ്റർ എന്നാണ്. ഇവിടെ ഒരു സ്റ്റോപ്പുണ്ട്, ബസ് സ്റ്റാൻഡ്, ഇവിടെയാണ് ഇറങ്ങിയത്. സ്റ്റോപ്പിന്റെ പേരേ അതാണ്, ബാലാജി തിയേറ്റർ. പിന്നെ നമ്മൾ പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അന്ന് പോയ വഴി തന്നെയാണ്. അന്ന് ഞാൻ ലേറ്റ് ഇട്ടു. അന്ന് ഇതേ വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യും. ആ വഴിയാണ് പോയത് അന്ന്. തിയേറ്ററിന്റെ ഉള്ളിലായിരുന്ന സമയത്ത് നല്ലൊരു മഴ പെയ്തിട്ടുണ്ട്. ഇവിടെ റോഡ് ഫുള്ള് ചളി. അങ്ങനെയാണ്, കുഴപ്പമില്ല. നല്ല തണുത്തൊരു കാലാവസ്ഥ, ആൽക്കഹോളിക് വെതർ. ഞാൻ ചെറിയൊരു ക്രോസ് റോഡ് പോലെ ഇങ്ങനെ ഒരു ചെറിയ സ്ട്രീറ്റ് പോലുള്ളതിൻ്റെ ഉള്ളിൽ കയറി. അതാകുമ്പോൾ ലൈറ്റ് കുറവാണ്, പെട്ടെന്ന് എത്താമെന്ന് വിചാരിച്ചിട്ട് ഒരു ചുറ്റി പോണ ഒരു വഴി, പുതിയൊരു വഴി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഈ ഏരിയ മൊത്തം അങ്ങനെ ചെറിയ കടകൾ പോലെ ഒക്കെ ഉള്ളൊരു, ഈ വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള ചെറിയ ചെറിയ കടകളുള്ളൊരു ഏരിയ ആണ്. അങ്ങോട്ട് നടന്നോക്കാം. അവിടെ ബസ്സൊക്കെ മെയിൻ റോഡ് കണ്ടു ഞാൻ. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാം. ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു ചെറിയ ഹോട്ടലുണ്ട്, ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ. അവിടെ പോയിട്ട് എന്തെങ്കിലും കുറച്ച് കഴിക്കാം. ഈ ഡെയിലി നമ്മൾ മെസ്സിന്ന് ഫുഡ് കഴിച്ച് മതിയാവും സത്യം പറഞ്ഞാൽ. അപ്പോൾ ഒരു ചേഞ്ചിന് അവിടെ പോയിട്ട്, എനിക്കിപ്പോൾ നോൺ വെജ് കഴിക്കാൻ അങ്ങനെ ഒരു മൂഡില്ല. അപ്പോൾ വെജ് തന്നെ കഴിക്കാം. വെജ് അത് ഹോട്ടൽ വലിയ കുഴപ്പമില്ല. അങ്ങോട്ട് പോകും. ഞാൻ എന്തായാലും മെയിൻ റോഡ് എത്തി. അപ്പം നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലെത്തി. ഇതാണ് പോണ്ടിച്ചേരി ബസ് സ്റ്റാൻഡ്. ന്യൂ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ ഞാൻ മറ്റേ ഗൂഗിൾ മാപ്പിൽ കാണിക്കുക. അത് ഇതാണ് ന്യൂ ബസ് സ്റ്റാൻഡ്. ഇതിൻ്റെ അപ്പുറത്താണ് ആ ഹോട്ടൽ, വെജിറ്റേറിയൻ. അങ്ങോട്ട് പോവാം.
ഇതാണ് ആ ഹോട്ടല്. ഞാൻ പോയി വല്ലതും കഴിച്ചിട്ട് വരാം. സോ ഗൈസ്, അപ്പോൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. ഞാൻ പോയിട്ട് ചോള ഭട്ടൂര, ഇഡ്ഡലി അതൊക്കെ കഴിച്ചു. കുറെ കാലത്തിന് ശേഷം മനസ്സ് നിറഞ്ഞു. അപ്പം ഇനി ബസ് കയറിയിട്ട് നേരെ യൂണിവേഴ്സിറ്റി പോവാം. അവിടെ ഫുള്ളൊരു മാർക്കറ്റ്, തിരക്ക്, ബസ്. ഈ വൈകുന്നേരം ടൈമിൽ അങ്ങനെയാണ്, സാറ്റർഡേയും കൂടെ അല്ലേ. ഓക്കെ ഗൈസ്, അങ്ങനെ ലാസ്റ്റ് യൂണിവേഴ്സിറ്റി എത്തിയപ്പോൾ അടിപൊളി. നമുക്ക് നല്ല കോടമഞ്ഞൊക്കെ ഇങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാകുന്നൊരു ഫീൽ ഉണ്ടല്ലോ. ലൈറ്റൊക്കെ ഫുള്ള്. നിങ്ങൾക്ക് ഇതിൽ ക്യാമറയിൽ അത്ര കാണില്ല, പക്ഷേ നേരിട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട്, നല്ല തണുപ്പ്, സൂപ്പർ. ഇനി ഇവിടെ നിന്ന് നടക്കണം ഒരു 5 കിലോമീറ്റർ, 4 കിലോമീറ്റർ, 5 കിലോമീറ്ററിൻ്റെ അടുത്ത് ചിലപ്പോൾ നടക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും പരിചയക്കാരെങ്കിലും വരും, വണ്ടി കൊണ്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ ലിഫ്റ്റ് കിട്ടി അങ്ങനെയും പോകും. ഹായ്, അടിപൊളി. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ചെറിയൊരു മൂവിക്ക് പോയി, അതിനെ വീഡിയോ ആക്കി ചെയ്തു. മൂവി വലിയ കുഴപ്പമില്ല. ദുൽഖറിൻ്റെ പെർഫോമൻസ്, സ്റ്റോറി എനിക്ക് അങ്ങനെ വലിയതായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. എക്സ്ട്രാ ഓർഡിനറി അങ്ങനെയൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ ദുൽഖറിൻ്റെ ആക്ടിങ്ങും അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു പീരീഡും അതിനെ പോർട്രേ ചെയ്തിരിക്കുന്ന രീതിയെല്ലാം സൂപ്പറായിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് മൂവിനെ പറ്റി. പിന്നെ ഈ പറയുന്ന പോലെ പോണ്ടിച്ചേരിയിൽ പോയി നല്ല മഴ, ഈ പറയുന്ന രാത്രിയുള്ള പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വാക്ക്, അത്രയൊക്കെ തന്നെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. പടം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ ഗൈസ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.